യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ശാലോം ടി വി ഒരുക്കുന്ന തിരുപ്പാതയമെന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാ ദൈവജനത്തെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനനുബന്ധിച്ച് നടത്തുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് ഏറ്റവും വലിയ കാര്യം നമ്മുടെ അവിശ്വാസമാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുലിഖിതം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുറപ്പും കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യവുമാണ്. പരിശുദ്ധ കുർബാനയിൽ ജീവനുള്ള ദൈവം സത്യമായും മറഞ്ഞിരിക്കുന്നെന്ന് ഒരു വ്യക്തി കണ്ണും പൂട്ടി വിശ്വസിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഈശോ അത്ഭുതം ചെയ്തത്, ഒന്ന്, ഈശോയിൽ വിശ്വസിച്ചവർ, ഈശോയിൽ ആശ്രയിച്ചവർ, ഈശോയെ കണ്ണും പൂട്ടി വിശ്വസിച്ചവർ, അവരുടെ ജീവിതത്തിലാണ് കർത്താവ് തൻ്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തത്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ശാലോം ടി വിയുമായി ബന്ധപ്പെട്ട് ഈ വർഷം നടത്തിയ ശാലോം ഫെസ്റ്റിവലിൽ, കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് ശാലോം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടയായി. 15 വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തിൽ രോഗം ബാധിച്ച് 2 കണ്ണുകളും അന്ധമായി പോയ ഒരു പ്രിയപ്പെട്ട മകൻ്റെ സാക്ഷ്യമാണ്. ഇപ്പം 2 കണ്ണും വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട് ഇനി ഒരിക്കലും സൗഖ്യപ്പെടത്തില്ല, കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ശാലോം ടി വിയിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുമ്പോൾ, അപ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന അച്ഛൻ പറഞ്ഞു, ജീവിക്കുന്ന ദൈവം പച്ചയ്ക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് ഈ പരിശുദ്ധ കുർബാന. ആ പ്രിയപ്പെട്ട അപ്പൻ്റെ മൂത്ത മകൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഓടിപ്പോയി മുട്ടുകുത്തി ടി വിയിലേക്ക് കൈകൾ വെച്ച് ശാലോം ടി വിയിലൂടെ വരുന്ന ഈ ശുശ്രൂഷ ദിവ്യകാരുണ്യത്തെ തൊട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, സത്യമായും അങ്ങ് പരിശുദ്ധ കുർബാനയിലുണ്ട്, അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത ശക്തി ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സൗഖ്യപ്പെടുത്തിയ ഈ വിശ്വാസത്തോടെ ആ കൊച്ചുമകൻ കരങ്ങള് ശിവിയിലേക്ക് വെച്ചിട്ട് ഈ അപ്പൻ്റെ കണ്ണുകളുടെ അടുത്തേക്ക് വന്നിട്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച സമയത്ത് അത്ഭുതകരമായി വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട ഈ കണ്ണു തുറന്ന സംഭവമുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. ഉത്ഥാനം ചെയ്ത ഈശോ തോമാസ് ലീഗ ഇല്ലാത്ത സമയത്ത് വന്നപ്പോൾ തോമാസ് ലീഗായിക്ക് പരിഭവം ഉണ്ടായ സമയത്ത് വീണ്ടും ഈശോ തോമസ് ഉൾപ്പെടെയുള്ള അപ്പസ്തോലന്മാരുടെ നടുവിലേക്ക് ഈശോ വന്നിട്ട് പറഞ്ഞു, തോമസേ, നിന്റെ വിരല് എൻ്റെ തിരുവിലാ വെക്കുക, എന്നിട്ട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായി തീരുക. ഉടനെ തോമസ് ലീഗ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ 14 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ വചനമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിൽ നിത്യമായും ജീവിക്കും എന്ന് വെച്ചാൽ ഈശോയുടെ നേരിട്ട് ഈശോ 2-ാം വരവ് വരെ തിരുസഭയിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് പരിശുദ്ധ കുർബാനയാ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവമാകാത്തതിന് പിന്നിൽ നമ്മുടെ അവിശ്വാസമുണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തില് 27 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കൊരു വചനം കാണാം. ഈശോ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ പോകൊണ്ടിരിക്കുമ്പോൾ ധാരാളം രോഗികളും ധാരാളം വ്യക്തികളും ഈശോ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് രക്തസ്രാവം മൂലം വേദനിക്കപ്പെട്ട് വിഷമിക്കപ്പെട്ട സകല സമ്പത്തും തീർന്ന രോഗിണിയായ മകള്
ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ ഓരോ ദിവസവും പരിശുദ്ധ കുർബാന നമ്മുടെ നാവിൽ വരുമ്പോൾ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമേ, എൻ്റെ കുടുംബത്തിൽ സൗഖ്യം കൊടുക്കണമേ, എൻ്റെ കുടുംബത്തിലെ പൈശാചിക ബന്ധനം അഴിക്കണമേ എന്ന് വിശ്വസിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. സ്വരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അവിശ്വാസമാണ് ഈ കാലഘട്ടത്തിന്റെ ബന്ധനം. 2 കൊരിന്തോസ് 4:4 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ വെളിച്ചം അവർക്ക് ദൃശ്യമല്ല. ഈശോയുടെ ദൈവജനമേ, ലോകത്തിൽ 130 സ്ഥലങ്ങളിലാണ് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നത്. അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന പച്ച മാംസമായിട്ടിരിപ്പുണ്ട്. ലോകത്തിൽ അനേക സ്ഥലത്ത് പരിശുദ്ധ കുർബാന ശാസ്ത്രത്തിന് വിശ്വസിക്കാത്ത വിധത്തിൽ AB പോസിറ്റീവ് ബ്ലഡ് ആയിട്ട് നൂറ്റാണ്ടുകളായിട്ട് പരിശുദ്ധ കുർബാന ഇപ്പോഴും ഇരിപ്പുണ്ട്. നമുക്കറിയാം, ദിവ്യകാരുണ്യ തിരുനാള് 8-ാം തീയതി, നമ്മൾ ജൂൺ മാസം 8-ാം തീയതി ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിന് മുമ്പിലുള്ള ചരിത്രം ഇതാ. ഇറ്റലിയിലെ ബോൾസി എന്നൊരു സ്ഥലത്ത് 1263 ജർമ്മൻകാരനായ ഫാദർ പീറ്റർ എന്ന് പറയുന്ന വൈദികൻ, അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുക. കാൽനടയായിട്ട് തീർത്ഥാടനം നടത്തിയിട്ട് ഓരോ ദിവസവും വൈകുന്നേരം ഏതെങ്കിലും കത്തോലിക്ക പള്ളിയിൽ അവിടെ അന്തി ഉറങ്ങും, രാവിലെ ബലിയർപ്പിക്കും, തുടർന്ന് വീണ്ടും റോമിലേക്ക് തീർത്ഥാടനം നടത്തും. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളോളം നടന്ന് ഈ വൈദികൻ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും തീർത്ഥാടനം നടത്തി. പക്ഷെ അദ്ദേഹത്തിനൊരു പ്രശ്നം ഇതാണ്, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംശയമുണ്ട്. ഭക്തനായ വൈദികനാണ് ഈ പീറ്ററെങ്കിലും അദ്ദേഹത്തിനൊരു സംശയമുണ്ട്, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ? ഇത് ഞാൻ കുദാശവചനം ഉച്ചരിക്കുമ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ ഈശോ കടന്നു വരുമോ? അങ്ങനെ സംശയത്തോടെ അദ്ദേഹം ബലിയർപ്പിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം നടന്നു ചെന്നത് വിശുദ്ധ ക്രിസ്റ്റീനായുടെ കബറിടത്തിൽ, രക്തസാക്ഷിണിയായ വിശുദ്ധ ക്രിസ്റ്റീനയുടെ കബറിടത്തിൽ വരിക. വിശുദ്ധ ക്രിസ്ത്യാനിയുടെ കബറിടത്തിൽ ആ ദേവാലയത്തിൽ അന്തി ഉറങ്ങി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിയ പരിശുദ്ധ കുർബാന പച്ച മാംസമായിട്ട് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഒന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് സഭയെ നയിച്ച മാർപ്പാപ്പയാണ് ഉർബൻ 4-ാമൻ മാർപ്പാപ്പ. മാർപ്പാപ്പയെ ഇദ്ദേഹം അറിയിച്ചു. മാർപ്പാപ്പ ഇത് കണ്ടു. 1 വർഷത്തോളം പരീക്ഷ നടത്തി. പരിശുദ്ധ കുർബാന മാംസമായിട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന ആ സംഭവത്തോടെ 1264 പരിശുദ്ധ കുർബാനയുടെ തിരുനാള് മാർപ്പാപ്പ തുടങ്ങി വെച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ വർഷവും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ആ മാംസമായിട്ടിരിക്കുന്ന പരിശുദ്ധ ഏകദേശം 700 വർഷത്തിലധികമായി പച്ച മാംസമായിട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയുമായി ഇന്നും പ്രദക്ഷിണം നടത്തുന്നു. ഈശോയുടെ ദൈവജനമേ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും ഈശോ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ കുർബാന അനുഭവത്തിന് പിന്നിൽ നമ്മളിലെ പാപത്തിന്റെ ബന്ധനമാ. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയ്ക്ക് 2 വ്യക്തികൾ ദേവാലയത്തിൽ പോവാണെങ്കിൽ ഒരു വ്യക്തിക്ക് അഭിഷേകം കിട്ടുന്നു, മറ്റൊരു വ്യക്തിക്ക് അഭിഷേകം കിട്ടുന്നില്ല. അത് പരിശുദ്ധ കുർബാന അർപ്പിച്ച വൈദികന് കുഴപ്പമല്ല, എൻ്റെ അവിശ്വാസമാണ്. ഇന്ന് കുർബാനയുടെ അഭിഷേകം ദൈവജനത്തിന് ഇറങ്ങാത്തതിന് പിന്നില്, കുർബാനയുടെ കൃപ നമ്മളിൽ വ്യാപരിക്കാത്തതിന് പിന്നില് നമ്മുടെ അവിശ്വാസമുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ജീവിക്കുന്ന ദൈവം നേരിട്ടിറങ്ങി നിൽക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ സത്യമായും ജീവിക്കുന്ന ദൈവം മറഞ്ഞിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ദൈവമേ ഏറ്റുപറയാനുള്ള അഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, 1996 ആഗസ്റ്റ് മാസം 18-ാം തീയതി അർജന്റീനയില് ഒരു സഹോദരി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആക്ഷേപിച്ച് നിലത്തേക്ക് തുപ്പുന്നു. ഈ പരിശുദ്ധ കുർബാന, മണ്ണിൽ പൊതിഞ്ഞ പരിശുദ്ധ കുർബാന ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എടുത്ത്
ഒരു കപ്പിനകത്ത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചു, ഇത് ലയിച്ചിട്ട് ശേഷം അത് ഒഴുക്കിക്കളയാൻ വേണ്ടി. ഒരാഴ്ച ശേഷം സിസ്റ്റർ അത് മറന്നുപോയി. സിസ്റ്റർ പിന്നീട് നോക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാന പച്ച മാംസമായിട്ടിരിക്കുന്നു. നടുഭാഗത്ത് കുർബാന മാംസമായിട്ടും ചുറ്റും ഗോതമ്പപ്പമായിട്ടിരിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, വർഷങ്ങളായിട്ടിരിപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ പതോളജിസ്റ്റായ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത്, അദ്ദേഹം സയന്റിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പരിശുദ്ധ കുർബാനയുമായിട്ട് പോകുമ്പോൾ അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് പറയുകയാണ്, മരിച്ച ഒരാളുടെ ജീവനുള്ള ഹൃദയം നിങ്ങൾ എങ്ങനെ മുറിച്ചെടുത്തോണ്ട് വന്നു? മരിച്ച ഒരാളുടെ ജീവനുള്ള ഹൃദയം നിങ്ങൾ എങ്ങനെ മുറിച്ചെടുത്തോണ്ട് വരുന്നു? പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനിത് പറയണത് നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ അഭിഷേകം വരാൻ വേണ്ടിയാ. 1399 പോളണ്ടിലെ ബോസ്നിയയില് ഒരു കൂട്ടം ദൈവനിഷേധികൾ, ബ്ലാക്ക് മാസുകാര്, പരിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ടുവന്ന ഗ്രൂപ്പിൽപ്പെട്ടവര്, അവർ ആ വീട്ടിലെ വേലക്കാരിയോട് വശത്താക്കിയിട്ട് പണം കൊടുത്തിട്ട് ദേവാലയത്തിൽ തന്ത്രപൂർവ്വം 3 പരിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ട് വന്നു. 3 പരിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് അവര് ഈ സംഘാംഗങ്ങള് അവരുടെ വീട്ടിലെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ട് കത്തി എടുത്തിട്ട് കുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, കത്തിയെടുത്ത് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് രക്തം ചീന്താൻ തുടങ്ങി. ഈ സമയത്തൊരു അത്ഭുതം നടക്കുന്നത്, ഈ സംഘത്തിന്റെ തലവന്റെ മൂത്ത മകള് 14 വർഷമായിട്ട് ജന്മനോ കണ്ണിന് കാഴ്ചയില്ല. 14 വർഷമായി ജന്മന കണ്ണിന് കാഴ്ചയില്ലാത്ത മകള് ഇതിന് താഴെ ഇരിപ്പുണ്ടായിരുന്നു. ഈ രക്തം ചീറ്റി ഈ മകളുടെ കണ്ണിലേക്ക് ഇത് വീഴുമ്പോൾ അത്ഭുതകരമായി രോഗശാന്തി കിട്ടി, ഈ കണ്ണിന് കാഴ്ച കിട്ടി. അങ്ങനെ കണ്ണു തുറന്നു. ഈ രക്തം ചെയ്യുന്ന കണ്ടപ്പോൾ ഇവര് ഭയപ്പെട്ടു. ഇവരെന്തിനാ പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ടുപോയി ഒരു ചതുപ്പ് നിലത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ആ പരിശുദ്ധ കുർബാന അന്തരീക്ഷത്തിൽ പൊങ്ങി നിന്നു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് വികാരിയച്ഛനെ അറിയിച്ചു. വികാരിയച്ഛൻ അഭിമന്യ പിതാവിനെ അറിയിച്ചു. പിതാവ് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ കുർബാന അഭിമന്യ പിതാവിന്റെ കയ്യിലേക്ക് വന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ കുർബാന 600-ലധികം വർഷമായി പോളണ്ടിലെ ബോസ്നിയയിൽ അത്ഭുതകരമായി AB പോസിറ്റീവ് ബ്ലഡ് ആയിട്ട് പച്ച മാംസമായിട്ട് ഇരിപ്പുണ്ട്. ഇതേ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഇടവക ദേവാലയത്തിൽ അനുദിനം അർപ്പിക്കുന്ന, വൈദികൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ സത്യമായും ഈശോയുണ്ട്. ഈശോയുടെ ജനനം, ഈശോയുടെ മരണം, ഈശോയുടെ ഉത്ഥാനം വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ. പരിശുദ്ധ കുർബാന ദൈവിക രഹസ്യമാ, മനുഷ്യന്റെ ബുദ്ധിക്ക് കിട്ടത്തില്ല. പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ കിട്ടണമെങ്കിൽ, മനുഷ്യന്റെ ബുദ്ധിക്ക് കിട്ടണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന് ജ്ഞാനം വെളിപ്പെടുത്തണം. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനം, ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെ അയച്ചില്ലെങ്കിൽ ആർക്കിത് വെളിപ്പെടും? ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് ഈ വർഷം കേരളത്തിലൊരു 700ഓളം ശുശ്രൂഷകരുടെ ഒരു കൺവെൻഷൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാൻ ഇടയായി. ആ സിസ്റ്ററിന്റെ പ്രത്യേകത, ഈ സിസ്റ്ററിന്റെ സാക്ഷ്യം പറയുകയാണ്, 24 വർഷം മുമ്പ് ശരീരത്തിൽ ക്യാൻസറായി 4th സ്റ്റേജിൽ മരണാസന്നയായി മരിക്കുന്ന മുമ്പ് പ്രവിശാളമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഡിവൈനിപ്പോൾ ഒരു ധ്യാനം കൂടണം, നന്നായിട്ട് കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് എനിക്ക് ഈശോ മറിയ ഔസേപ്പ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് മരിക്കണം. അങ്ങനെ ഈ മകളെ സ്ട്രെച്ചറിലെടുത്തോണ്ട്, ആംബുലൻസിൽ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വരിക. അന്ന് 25,000 വ്യക്തികള്, 24 വർഷങ്ങൾക്ക് മുമ്പ് 25,000-ലധികം വ്യക്തികള് അവിടുത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുക, രോഗികളുടെ ധ്യാനമാ. അന്ന് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ചനാണ് ശുശ്രൂഷ നയിക്കുന്നത്. പരിശുദ്ധ 4-ാമത്തെ ദിവസം കുമ്പസാരം കഴിഞ്ഞ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടക്കുന്ന സമയത്ത് ഈ മകള് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങ് ജീവനുള്ള ദൈവമാ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നയാളാ, രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ട ഈശോയാ, അന്ധന് സൗഖ്യപ്പെടുത്തിയ ഈശോയാ, ചെവി കേൾക്കാത്ത ആൾക്ക് ചെവിക്ക് കേൾവി കൊടുത്ത ഈശോയാ, നീ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനാ, ഞാൻ കണ്ണും പൂട്ടി പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ മകള് പറഞ്ഞ സാക്ഷ്യം ഇതാണ്, ഈശോയെ ആയുസ് നീട്ടിത്തന്നാൾ ദിവ്യകാരുണ്യത്തെ പറ്റിയും പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളെ പറ്റിയും ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ബഹുമാനപ്പെട്ട അച്ഛൻ പറയുക, ഈ സമൂഹത്തിൽ ക്യാൻസർ രോഗിയായ ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, സിസ്റ്റർ പറയാണ്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു അത്ഭുത ശക്തി ഇറങ്ങി വന്ന് രോഗിയായി ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ കിടക്കുന്ന മകളുടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ ശക്തി കടന്നു വന്ന് ഈ മകൾ അവിടുന്ന് എഴുന്നേറ്റു. ആ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം ഇതാണ്. സിസ്റ്ററിനെ അന്ത്യകുദാശ കൊടുത്ത് വൈദികൻ മരിച്ചിട്ട് 10 വർഷമായി. ഇന്ന് 24 വർഷമായി കർത്താവിന് സാക്ഷ്യം വഹിച്ച് കർത്താവിന് വേണ്ടി, കുർബാനയ്ക്ക് വേണ്ടി ഓടി നടന്ന സാക്ഷ്യം പറയുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനിത് വീണ്ടും പറയണത്, പരിശുദ്ധ കുർബാന നമുക്കൊരനുഭവമാകാത്തതിന് പിന്നിൽ നമ്മുടെ അവിശ്വാസമുണ്ട്. പരിശുദ്ധ കുർബാന എനിക്കൊരു അഭിഷേകമാകാത്തതിന് പിന്നിൽ എൻ്റെ അവിശ്വാസമുണ്ട്. ഈശോയെ തൊട്ടവരും ഈശോ തൊട്ടവരും സൗഖ്യപ്പെട്ടിട്ടില്ലേ? ഓരോ ദിവസവും നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ നാവിലേക്ക് ഈശോ വന്നിട്ട് നമുക്കെന്തൊരു അനുഭവമാകാത്തത്? നമുക്ക് അനുഭവമാകാത്തതിന് പിന്നിൽ നമ്മുടെ അവിശ്വാസവും നമ്മുടെ ബുദ്ധിയുമാ. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഈശോയുടെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക, പിതാവേ, അങ്ങ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ ഇത് വെളിപ്പെട്ട് കേൾക്കുന്നത് ശിശു സഹജമായ ബുദ്ധിയുള്ളവർക്കാ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവർ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിലുണ്ട്, ഈശോ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ കൂടെ നടക്കുമ്പോൾ അവർക്ക് 3 പ്രത്യേകതയുണ്ട്. 1, അവർ മ്ലാനപതരായിരുന്നു. 2, അവരുടെ ഹൃദയം മന്ദീഭവിച്ചു. 3, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. ഈശോ വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി ആ സമയത്ത് ലൂക്ക 24:31 പറയുകയാണ്, മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെട്ടു. അതിനുശേഷം വചനം പഠിപ്പിക്കുന്നത് ഈശോ അപ്രത്യക്ഷനായി. എന്ന് വെച്ച അർത്ഥം എന്താ? ഈശോയെ ഇനി നിങ്ങൾ 2ാം വരവ് വരെ കാണേണ്ടത് സഭയിൽ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിലാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, സഭയിലെ വിശുദ്ധരുടെ മുഴുവൻ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയല്ലായിരുന്നോ? സഭയുടെ വിശുദ്ധകളുടെ ശക്തി പരിശുദ്ധ കുർബാനയല്ലായിരുന്നോ? യവുപ്രാസി അമ്മ ഈ മുഴുവൻ കൃപയും കിട്ടിയത്, ബരിയവിയാനി പുണ്യാളൻ അഭിഷേകം കിട്ടിയത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലാ. വിശുദ്ധന്മാർക്ക് മുഴുവൻ ഈ അഭിഷേകം കിട്ടിയത് പരിശുദ്ധ കുർബാനയിൽ നിന്നാ. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ദിവസവും നമ്മുടെ ഇടവക ദേവാലയത്തിൽ, നമ്മുടെ അടുത്തുള്ള ദേവാലയത്തിൽ ഈശോ പച്ചയ്ക്ക് കീറി മുറിക്കപ്പെടുക. അതാണ് വിശുദ്ധ പാതിരപ്പയ്യ പറയണത്. ഒരു പുരോഹിതൻ താൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ, ദൈവജനത്തിന് പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പുരോഹിതൻ ആ ബലിപീഠത്തില് തലയടി അടിച്ച് അവിടെ തന്നെ പിടഞ്ഞു വീഴും. അത്ര രഹസ്യമാ വിശുദ്ധ പാതിരപ്പയ്യ പറയണത്. ഈ പാതിരപ്പയ്യ കാണുന്നൊരു കാഴ്ചയുണ്ട്. അദ്ദേഹത്തിന് കണ്ണുകൾ വിശുദ്ധമായ കണ്ണുകളായതുകൊണ്ടും ദൈവിക ജ്ഞാനമുള്ളത് കൊണ്ടും അദ്ദേഹത്തെ കാണുകയാണ്. ഈശോ കുരിശിൽ കിടന്ന് 3 ആണിമേൽ തൂക്കപ്പെട്ട് പെടയണ സമയത്ത് ഒരു പുരോഹിതൻ കത്തിയെടുത്തിട്ട് ഈശോയുടെ ഹൃദയം കീറി മുറിക്കുന്ന സമയത്ത് ചീറ്റുന്ന രക്തമാണ് പരിശുദ്ധ കുർബാനയിലെ കാസയിലും പിലാസയിലും ഒഴുകുന്നത്. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനം, അതുകൊണ്ടാണ് വിശുദ്ധ പാതിരപ്പയ്യോ വെളുപ്പിന് 2 മണി തൊട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങും. ഈശോയുടെ ദൈവജനമേ, നമ്മുടെ കുടുംബത്തിൽ അഭിഷേകം കിട്ടും. പഴയ കാലത്ത് നമുക്കറിയാം, ഹൈ റേഞ്ചില് അല്ലെങ്കിൽ നമുക്കറിയാം ഈ മലബാർ മേഖലകളില്, കോട്ടയം ഭാഗത്തുനിന്നും പാലാ ഭാഗത്തുനിന്നും കുടിയേറി പാർത്ത നമ്മുടെ പൂർവികര്, അവര് കുരിശുമായിട്ട് അല്ലെങ്കിൽ ജപമാലയുമായിട്ട് ദേശത്ത് വരുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തൊരു കുടില് കെട്ടി വൈദികര് വന്ന് ബലിയർപ്പിക്കുമ്പോൾ ആ കുർബാന വിശുദ്ധിയോടെ യോഗ്യതയോടെ സ്വീകരിച്ച് നമ്മുടെ പൂർവികര് ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ ഇടവ ദേവാലയത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന യോഗ്യതയോടെ ഭക്ഷിച്ച് അവരും നമ്മുടെ പറമ്പിലിറങ്ങുമ്പോൾ, ആ പറമ്പിലിറങ്ങി അവർ തൂമ്പ എടുത്ത് കിളയ്ക്കുമ്പോൾ
അവർ റബ്ബർ വെട്ടുമ്പോൾ, അവർ ഏലത്തിന് പണിയുമ്പോൾ, അവർ കുരുമുളക് കൃഷി നടത്തുമ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധ കുർബാന വിയർപ്പ് തുള്ളിയായിട്ട് ആ മണ്ണിൽ വീഴുമ്പോൾ ആ മണ്ണ് പൊന്നായി മാറി. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നും വന്യമൃഗ ശല്യങ്ങളും സാംക്രമിക രോഗങ്ങളും പെരുകുമ്പോൾ ഇതിനൊരു പരിഹാരമാണ് പരിശുദ്ധ കുർബാന. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വൈദികനുണ്ട്, ഇടുക്കി രൂപതയിലൊരു ഒരു വൈദികൻ. ഈ അടുത്ത കാലത്ത് ഞാൻ പരിചയപ്പെട്ടതാ. ജോസഫ് കൊല്ലകുന്ന എന്ന് പറഞ്ഞ അച്ഛൻ പ്രോ ലൈഫ് മൂവ്മെന്റ്സിന്റെ അച്ഛനാ. അച്ഛനെ പിതാവ് ഈ ചാർജ് പിടിച്ച ശേഷം അച്ഛൻ ചെയ്ത ആദ്യത്തെ പണി എന്നറിയാമോ? ഓരോ ഇടുക്കി രൂപതയിലെ എല്ലാ പള്ളികളിലേക്കും 468 കിലോമീറ്റർ ജപമാലയുമായിട്ട് അതേ അച്ഛൻ നടന്ന് ഈ പ്രദേശങ്ങൾ കോട്ട കെട്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുകയാണ്, 2 വർഷമായി ഇടുക്കിയിലാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ളത്. പക്ഷേ അച്ഛൻ പറഞ്ഞ അത്ഭുതം അറിയാമോ? ഈ 2 വർഷമായി ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശം ഇടുക്കി രൂപതയില് ഒരൊറ്റയാൾ പോലും വന്യമൃഗ ആക്രമണത്തിൽ ഇതുവരെ മരിച്ചിട്ടില്ല. ഞാൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ട വേറൊരച്ഛൻ, അത് തൃശ്ശൂർ രൂപതയിലെ അച്ഛനാ. കൊറോണ കാലഘട്ടത്തില് ഈ അച്ഛൻ ചെയ്തെന്നറിയാമോ? അച്ഛൻ പരിശുദ്ധ കുർബാനയുമായിട്ട് അച്ഛന്റെ ഇടവകട അതിർത്തിയില് എല്ലാ ശനിയാഴ്ച രാത്രിയും ഇടവകത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വാഹനത്തിൽ പോയി ബന്ധിച്ചു പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യ പ്രദർശനം നടത്തും. അച്ഛൻ പറഞ്ഞ അനുഭവം എന്നറിയാമോ? ബ്രദറെ, ഒരൊറ്റ വ്യക്തി പോലും എൻ്റെ ഇടവകയിൽ നിന്ന് കൊറോണ മൂലം മരിച്ചിട്ടില്ല. അച്ഛൻ പറയാണ്, ഇടയ്ക്ക് ഞാൻ ഈ കുർബാനയുടെ പ്രദർശനം നിന്നപ്പോൾ രോഗം പെരുകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാ, നിന്നിൽ നിന്ന് ശക്തി പുറപ്പെടും. സങ്കീർത്തനം 68:1-2 വചനം, ദൈവം ഉണർന്നെഴുന്നേക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചെതറിപ്പോകട്ടെ. ഈ പരിശുദ്ധ കുർബാനയുമായിട്ട് ഈ വൈദികം പോയി ആശീർവദിക്കുമ്പോൾ ആ ദേശത്തിന്റെ തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറുക. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോ പ്രമാദത്തിലും നേരത്തെ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആ കുർബാനയുടെ പവറുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ, നമ്മുടെ പറമ്പിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇറങ്ങും. ഈ രഹസ്യങ്ങള് ഈ കാലഘട്ടത്തിൽ സാത്താൻ മറച്ചു വെച്ചിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ അവിശ്വാസം കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ അഹന്ത കൊണ്ടും ഈ കുർബാനയെ നമ്മൾ അവിശ്വാസത്തിൽ കെട്ടിയിടുന്നതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നതാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു ചേർന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകും. ഈശോ പറയുക. ഈശോയുടെ വചനം നമ്മൾ കണ്ണുപൊട്ടി വിശ്വസിക്കണം. ആകാശം മാറും, ഭൂതലം മാറും, കർത്താവിന്റെ വചനത്തിന് വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ലെന്നാണ് മർക്കോസ് 13:31 പറയണത്. ഈശോയുടെ പ്രിയപ്പെട്ട ജനം, ഈശോ പറയുക, 2-3 പേർ, ഇത് പരിശുദ്ധ കുർബാനയെ പറ്റിയ എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയിൽ ഈ ബലിയർപ്പണ സമയത്ത് ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കത്തോലിക്ക ദേവാലയത്തിന്റെ, ഒരു ശ്ലൈകിക അപ്പസ്തോലിക ദേവാലയത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? 4 പ്രത്യേകതയുണ്ട്. ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയില്ലേ? ദൈവ സാന്നിധ്യമുണ്ട്. ശരിയാ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവ സാന്നിധ്യമുണ്ട്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായ്മയുടെ സാന്നിധ്യമുണ്ട്. അപ്പൻ, അമ്മ, മക്കള് പ്രാർത്ഥിക്കുമ്പോൾ മത്തായി 18:19 കൂട്ടായ്മയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ അപ്പസ്തോലിക ദേവാലയത്തിൽ ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു ശക്തിയുണ്ട്. എന്നറിയാമോ? 4 പ്രത്യേകതയുണ്ട്. ഒന്ന്, ലോകം മുഴുവൻ ചൂട് നിൽക്കുന്ന, ലോകം മുഴുവൻ പരന്നിരിക്കുന്ന സാർവത്രികമായ ദൈവ സാന്നിധ്യം. അത് നമുക്ക് എവിടെ പോയാലും കിട്ടും. അത് നമ്മുടെ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അഭിഷേകം കിട്ടും. 2-ാമത്തെ പ്രത്യേകത, കൂട്ടായ്മയുടെ അഭിഷേകം എന്ന് വെച്ചാൽ പരിശുദ്ധ സഭയോട് ചേർന്ന് മാർപ്പാപ്പയോട്, കർദിനാളന്മാരോട്, മെത്രാന്മാരോട്, വൈദികരോട്, സമർപ്പിതരോട്, ആഗോള സഭയിലെ 130 കോടി വിശ്വാസികൾ മാത്രമല്ല, മരണശേഷം സ്വർഗത്തിൽ ചേർന്ന വിശുദ്ധരുടെ കൂട്ടായ്മ, മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന തനത് വിധിയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ കൂട്ടായ്മ,
അപ്പോൾ ഒരാള് ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ പ്രത്യേകത സഭയുടെ കൂട്ടായ്മ. മൂന്നാമത്തെ പ്രത്യേകത, ഒരു ദേവാലയത്തിന്റെ പ്രത്യേകത, അവിടെയാണ് കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത്. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠം, പരിശുദ്ധ കുർബാന. 2 മാമോദീസയുടെ അഭിഷേകം, 3 സ്ഥൈലേപനത്തിന്റെ അഭിഷേകം, 4 വിവാഹത്തിന്റെ അഭിഷേകം, 5 തിരുപ്പട്ടത്തിന്റെ അഭിഷേകം. അപ്പോൾ കൂദാശകളുടെ സാന്നിധ്യമുള്ള ഒരു ദേവാലയത്തിൽ വന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കൂദാശകളുടെ അഭിഷേകം. 4ാമത്തെ പ്രത്യേകത, ഒരു വ്യക്തി ഒരു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവാലയത്തിൽ ഏറ്റവും നടുഭാഗത്തായി ജീവനുള്ള ദൈവം നേരിട്ടിറങ്ങി നിൽക്കുന്ന, മറഞ്ഞിരിക്കുന്ന പരിശുദ്ധ കുർബാനയുണ്ട്. അതാണ് പ്രതിഷ്ഠാ സാന്നിധ്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:15, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന കർത്താവാ. എന്ന് വെച്ചാൽ ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും മറഞ്ഞിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് 1981 ഏപ്രിൽ മാസം പരിശുദ്ധി അമ്മ മഡ്ജുഗോരയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ സ്നേഹത്തിന്റെ തടവുകാരനായി സക്രാരിയിൽ ഇരിപ്പുണ്ട്. ലോകത്തിന്റെ ക്ലബ്ബുകളും ലോകത്തിന്റെ ആഘോഷങ്ങളും 24 മണിക്കൂറും ഇത് ലോകത്തിന്റെ ക്ലബ്ബുകളൊക്കെ തുറന്നു കിടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകൻ സ്നേഹത്തിന്റെ തടവുകാരനായി സക്രാരി മറഞ്ഞിരിപ്പുണ്ട്. ദൈവജനം ഈശോയുടെ അടുത്ത് വരാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. കണ്ടോ, ഈശോയെ തേടി ജനം വരുന്നില്ല. ഈശോയെ തേടി ജനം വരുന്നില്ല. നമുക്കറിയാം നമ്മുടെ വിശുദ്ധരുടെ പവർ എന്നാ. സെന്റ് പാട്രിക് അയർലൻഡിനെ പൈശാചിക ശക്തിയിൽ നിന്ന് മോചിപ്പിച്ചത് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാലല്ലേ? ജോൺ മരിയ വിയാനി ആർട്സ് എന്ന് പറഞ്ഞ എല്ലാ ജഡിക പാപത്തിലും എല്ലാ അവിശ്വാസത്തിലും ജീവിച്ച, മദ്യത്തിലും വെറുക്കുത്തിലും ജീവിച്ച ഒരിടവകയെ മുഴുവൻ നേടിയത് രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചിട്ടല്ലേ? യേശുവിന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു വ്യക്തി ഇരിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു വ്യക്തി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ മേൽ അത്ഭുതകരമായ ദൈവിക ശക്തി ഇറങ്ങും. ഇതാണ് നമ്മുടെ വിശുദ്ധരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിശുദ്ധാത്മാക്കളെ പഠിപ്പിച്ചതെന്ന ആത്മീയ രഹസ്യം. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, കത്തോലിക്ക സഭയില് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്ന മുഴുവൻ വിശുദ്ധരുടെ ആത്മീയ പവർ എന്താ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വിശുദ്ധാത്മാക്കൾ അട്ടയിരുന്നത്. വിശുദ്ധാത്മാക്കളുടെ മുഴുവൻ പവറും പരിശുദ്ധ കുർബാനയായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് അവർക്ക് ഊർജം കിട്ടിയത്. പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് അവർക്ക് ഓജസ് കിട്ടിയത്. പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് അവർക്ക് അഭിഷേകത്തിന്റെ ഉറവിടമാണ് പരിശുദ്ധ കുർബാന. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം 1-ാം ദിവസത്തെ ശുശ്രൂഷയാണെന്ന്. 1-ാം ദിവസത്തെ തിരുപ്പാതയം എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കണ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ തുടങ്ങണം. പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കാൻ തുടങ്ങണം. പരിശുദ്ധ കുർബാനയെ ആദരിക്കാൻ തുടങ്ങണം. പരിശുദ്ധ കുർബാനയെ ബഹുമാനിക്കാൻ തുടങ്ങണം. ഈശോ സത്യമായും ഈ അപ്പത്തിനകത്തുണ്ടെന്ന് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം. നമ്മുടെ വിശുദ്ധന്മാരാരും മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. നമ്മുടെ വിശുദ്ധകളൊക്കെ വേദപാരംഗതരൊക്കെ, സഭയിലെ വേദപാരംഗതരുടെ ഒക്കെ ശക്തി കുർബാനയായിരുന്നു. അതുകൊണ്ടാണ് അമ്മത്രസ്യ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുമായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് അമ്മത്രസ്യയ്ക്ക് മുഴുവൻ ഊർജവും കിട്ടിയത്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ, പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കാൻ, പരിശുദ്ധ കുർബാനയെ ആദരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, തിരുപ്പാതയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ കുടുംബങ്ങളിൽ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദിവ്യകാരുണ്യനാഥേ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, ദിവ്യകാരുണ്യത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ദിവ്യകാരുണ്യ അഭിഷേകം ദൈവജനത്തിൽ
വ്യാപരിക്കാൻ വേണ്ടി അമ്മ മാതാവെ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാഥാ കൂടെ വസിക്കണമേ, 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 നാഥാ കൂടെ വസിക്കണമേ. ദിവ്യകാരുണ്യേശോയെ നോക്കിക്കൊണ്ട് നാഥാ കൂടെ വസിക്കണമേ. ശിരസ് നമിച്ച് മുറിയുന്നൊരപ്പമായി ചൊരിയുന്ന ചോരയായി, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, അലിവേറും സ്നേഹമായി അലയാഴി പോലെയൻ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, എല്ലാ ദൈവമക്കളും പാടി നാഥാ പ്രാർത്ഥിക്കുക. കൂടെ അമാവാസ്യയിലേക്ക് പോയ വസിക്കണമേ, ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നാഥാ കൂടെ എന്റെ ഭവനത്തിലേക്ക് വന്ന് വസിക്കണം, എന്റെ തകർന്ന ജീവിതത്തിലേക്ക് വസിക്കണം, എന്റെ രോഗപീഠകളിൽ വന്ന് വിടുതൽ നൽകാൻ വസിക്കണം. ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ. ഹല്ലേലൂയ. ഞങ്ങളെങ്കിൽ വിശ്വസിക്കുകയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 15-ാം തിരുലിഖിതം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം പൂർത്തിയായത് ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 31-ാം തിരുലിഖിതം. യേശു അപ്പം മുറിച്ചപ്പോൾ അവൻ അപ്പത്തിൽ പ്രത്യക്ഷനായി. മറഞ്ഞിരിക്കുന്ന കർത്താവ് ഈ കാലഘട്ടത്തിൽ ജീവനോടെ ഇരിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, തിരുപ്പാതയമെന്ന ശലോം ഒരുക്കുന്ന ജൂൺ മാസം 8-ാം തീയതി പരമപരിശുദ്ധമായ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് മുമ്പായി ഒരുക്കപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ നമ്മളിന്ന് സംസാരിച്ച വിഷയം പരിശുദ്ധ കുർബാനയുള്ള വിശ്വാസം. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, അനേകം മക്കളുടെ ഹൃദയത്തിൽ നിന്ന് സാത്താൻ വിശ്വാസത്തിന്റെ കൃപ എടുത്തു കളഞ്ഞു. 2 കൊരിന്തോസ് 4:4 ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയത് മൂലം ക്രിസ്തുവിന്റെ
മഹത്വമേറിയ സുവിശേഷത്തിന്റെ ദൃശ്യം അവർക്ക് വെളിച്ചമല്ല. പ്രിയപ്പെട്ട ഈശോയുടെ കുഞ്ഞുമക്കളെ, ദാ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക, ഞാന് പരിശുദ്ധ കുർബാനയിലുണ്ട്, ഞാൻ പരിശുദ്ധ കുർബാനയിലുണ്ട്. 1247 യൂറോപ്പിലെ രാജ്യമായ പോർച്ചുഗലിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം കണ്ട് മടുത്ത് അവളൊരു മന്ത്രവാദിനിയെ സമീപിക്കുമ്പോൾ മന്ത്രവാദിനി പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഭർത്താവിനെ രക്ഷിക്കാം, നീ കത്തോലിക്ക പള്ളിയിൽ പോയി തിരുവോസ്തി നാവിൽ സ്വീകരിക്കുമ്പോൾ ആ കുർബാന ഒരു തൂവാലയ്ക്കകത്ത് പൊതിഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഭർത്താവിന്റെ വഴിവിട്ട ബന്ധത്തിൽ നിന്നൊരു വിടുതല കിട്ടാൻ വേണ്ടി ഈ സ്ത്രീ മന്ത്രവാദിനി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് അങ്ങനെ ചെയ്തപ്പോൾ നാവിൽ സ്വീകരിച്ച പരിശുദ്ധ കുർബാന ഒരു ലിനൻ തുണിയിൽ പൊതിഞ്ഞ് എടുക്കണ സമയത്ത് ലിനൻ തുണിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. അവൾ നോക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാന പച്ചയ്ക്ക് പടയ്ക്കുക, ആ പരിശുദ്ധ കുർബാന ജീവനോടെ പടയ്ക്കുക. അവള് ടൗലുമായി ഓടി വീട്ടിലേക്ക്, എന്നിട്ട് ആരും അറിയാതെ വീടിന്റെ മുറിക്കകത്ത് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ചെറിയ പെട്ടിക്കകത്ത് അടച്ചു വെച്ചു. അർദ്ധരാത്രി ഭർത്താവ് വരുമ്പോൾ കാണുന്ന കാഴ്ച, ആ മുറിയിൽ നിന്ന് വലിയ പ്രകാശം പുറപ്പെടുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, ഇതെന്താ? അവള് കരഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു, ഞാൻ കുർബാന മോഷ്ടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനെ കുർബാന മാംസമായി. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ആ പരിശുദ്ധ കുർബാനയെ കുമ്പിട്ട് രാത്രി മുഴുവൻ മുട്ടുകുത്തി ആരാധിച്ചു. പിറ്റേ ദിവസം പോർച്ചുഗലിലെ ബിഷപ്പിനെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, 800ഓളം വർഷമായി ആ പരിശുദ്ധ കുർബാന പച്ച മാംസമായി ഇന്നും ശാസ്ത്രത്തിന് വിശ്വസിക്കാവുന്നതിൽ അത്ഭുതകരമായി ഇരിപ്പുണ്ട്. അതേ പരിശുദ്ധ കുർബാനയാണ് നമ്മൾ കാണുന്നത്. ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇന്ന് അത്ഭുതം ശക്തി പുറപ്പെടും. നിങ്ങൾ വിശ്വസിക്കണം, കണ്ണും പൂട്ടി വിശ്വസിക്കണം. നമ്മൾ ഇന്ന് വചന ശുശ്രൂഷയിലൂടെ കണ്ടു, വിശ്വാസത്തോടെ ശാലോമിൽ ശുശ്രൂഷ നടക്കുമ്പോൾ ദാ കുർബാനയെ തൊട്ട് അപ്പന്റെ കണ്ണിൽ കുരിശു വരച്ചപ്പോൾ 15 വർഷമായി കണ്ണിന് രോഗമുണ്ടായിരുന്ന വ്യക്തി പൂർണ്ണ സൗഖ്യം കർത്താവ്. ഇത് വിശ്വാസമാ. ഈശോ പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവർ കൂടെ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മർക്കോസ് 16:15 അടയാളങ്ങൾ സംഭവിക്കും. ലൂക്കാ സുവിശേഷം വ്യക്തമായിട്ട് ഈശോ പറയുന്നു, വിശ്വസിക്കണം. യോഹന്നാൻ 11:40 പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇത് കെട്ടുകഥയല്ല, ജീവിക്കുന്ന ദൈവമാ. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അടയിരുന്ന വിശുദ്ധര് സഭയെ പടുത്തുയർത്തിയത്. ഇന്ന് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ബലിയർപ്പണം യാന്ത്രികമായി, ബലിയിൽ പങ്കെടുക്കുന്നത് ഒരു ചടങ്ങായി മാറി. കുർബാന സ്വീകരണം ഒരു അപ്പമായിട്ട് നമ്മൾ കാണുന്നു. ഇല്ല, ഉദ്ധാനം ചെയ്ത ഈശോയുടെ തിരുശരീരമാണ് പരിശുദ്ധ കുർബാന. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കേ. ഒരുപക്ഷെ കുടുംബം തകർന്നവര് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഡിവോഴ്സിന് വക്കിലെത്തിയ കുടുംബങ്ങളുണ്ട്. തകർന്നുപോയ മക്കളുണ്ട്. രോഗം വിട്ടുമാറാത്ത രോഗികളുണ്ട്. ക്യാൻസർ രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്. കടഭാരം കൊണ്ട് ജീവിതം വലഞ്ഞവരുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ 10 പൈസ കയ്യിലില്ലാത്തവരുണ്ട്. നിരാശപ്പെട്ടവരുണ്ട്. ആത്മഹത്യ പ്രവണതയുള്ളവരുണ്ട്. തകർന്നവരുണ്ട്. ഈശോ ദാ നിന്നിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മത്തായി സുവിശേഷം 11:27-28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരാൻ കൽപ്പിച്ച കർത്താവേ, ദിവ്യകാരുണ്യമേ, പരിശുദ്ധ കൂദാശേ, അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ.
ശലോമിലൂടെ ലോകം മുഴുവൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബത്തിന്റെ പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, കുടുംബത്തിന്റെ രോഗപീഠകൾ അഴിയട്ടെ, വിട്ടുമാറാത്ത രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഘട്ടത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോ. നീ ഒരു വാക്ക് പറഞ്ഞാ മതി, നീ ഒരു നോട്ടം നോക്കിയാ മതി, നീ ഒന്ന് കൽപ്പിച്ചാ മതി. ദാ ഭൃത്യൻ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവ്, ദാ വചനമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ ദാ ദേവാലയത്തിലേക്ക് പത്രോസ്ലിഹായും യോഹന്നാൻ സ്ലിഹായും പോകുന്ന വഴിക്ക് ജന്മനാ ജനിച്ചപ്പോഴെ മുടന്തനായവൻ, ജന്മനാ വൈകല്യമുള്ളവൻ എന്തെങ്കിലും കിട്ടുമെന്ന് അവിടെ വേണേ നോക്കിയപ്പോൾ ഇതാ പത്രോസ്ലിഹ യോഹന്നാനോട് ചേർന്ന് പറയുക, ഞങ്ങളുടെ കയ്യില് ഞങ്ങൾ സൂക്ഷിച്ചു നോക്ക്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഇല്ല. നസറായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്ക്. അതേ കർത്താവ് തന്നെ, അടയാളങ്ങൾ പ്രവർത്തിച്ച അതേ കർത്താവ് തന്നെ, രോഗികളെ സുഖപ്പെടുത്തിയ അതേ കർത്താവ് തന്നെ, ചീഞ്ഞണിഞ്ഞ് മണം വെച്ച ലാസറിനെ പുനരുത്ഥാനത്തിന് ശക്തിയാൽ എഴുന്നേൽപ്പിച്ച അതേ കർത്താവ് തന്നെ, കടലിന് മീതെ നടന്ന കർത്താവ് തന്നെ, അടയാളങ്ങൾ പ്രവർത്തിച്ച കർത്താവ് തന്നെ, പിശാചിനെ ബന്ധിച്ച കർത്താവ് തന്നെ, അശുദ്ധാത്മാവ് വിടുവിച്ച കർത്താവ് തന്നെ, 18 വർഷമായി കൂന് പിടിച്ച് സിനഗോഗിൽ പ്രാർത്ഥിക്കാമെന്ന അശുദ്ധാത്മാവ് ബാധിച്ച മകളെ വിടുവിച്ച കർത്താവ് തന്നെ, നായിഡിലെ വിധവയുടെ മകനെ തിരികെ കൊടുത്ത കർത്താവ് തന്നെ, 5 അപ്പം 5000 പേരെ തെറ്റിപ്പൊടിച്ച കർത്താവിന്റെ ശക്തി, പുനരുത്ഥാനത്തിന് ശക്തി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല മക്കളുടെ മേലും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, സകല വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ കൂദാശയുടെ ശക്തിയാൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങള് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പാടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. വിശ്വാസത്തോടെ പാടുക. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ അല്പം കർത്താവിനെ നീട്ടിപ്പിടിക്കുക. ദാ നമ്മളിന്ന് കേട്ടു വിശുദ്ധ മർക്കോസ് സുവിശേഷം 27 മുതലുള്ള വാക്യങ്ങൾ. ദാ ഈശോ ജനക്കൂട്ടത്തിന് നടുവിലൂടെ നടക്കുമ്പോൾ വർഷങ്ങളായി രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീ വൈദ്യന്മാരെടുത്ത് പോയി, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, ശരീരം മനസ്സ് തളർന്ന മകള്, എന്നാൽ വിശ്വാസത്തോടെ യേശുക്രിസ്തുവിന്റെ അരികിൽ ചെന്ന് ആ വസ്ത്രത്തിന്റെ വിളിമ്പിലെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവള് വിശ്വസിച്ച് ഈശോയെ സ്പർശിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് തൽക്ഷണം അവിടെ രക്തസ്രാവം നിന്നതായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ തൊട്ടവരുണ്ട്, ഈശോയോട് സംസാരിച്ചവരുണ്ട്, പക്ഷെ അവർക്ക് ശക്തി കിട്ടിയില്ല. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന നമ്മൾ കൈകൊണ്ടെടുക്കുന്നത്, കുർബാന നമ്മൾ നാവിൽ സ്വീകരിക്കുന്ന, നമുക്ക് ഈ അഭിഷേകം കിട്ടാത്തതിന് കാരണം വിശ്വാസ രാഹിത്യമാ. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ കർത്താവേ, ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ വലിയ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവേ, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഭവനത്തിലേക്ക്, ഭവനത്തിന് 4 അതിരുകളിലേക്ക്, പറമ്പിലേക്ക്,
തളർന്ന അവസ്ഥകളിലേക്ക്, രോഗപീഠകളിലേക്ക്, പൈശാചിക ബന്ധനങ്ങളിലേക്ക്, അട്ടിമത്ത ചെങ്ങലകൾ യേശു നാമത്തിൽ അടിയട്ടെ. അടയാളങ്ങൾ യേശു നാമത്തിൽ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈയടിച്ച് ഞാൻ പേറിയ നിന്ദകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണ്. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണ്. ഞാൻ പേറിയ നിന്ദകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണ്. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണ്. അവനേറ്റ മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെ പോൽ മരിച്ചുയർത്തവനാരും ഈ ഭൂമിയിലില്ലേ. അവനേറ്റ മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെ പോൽ മരിച്ചുയർത്തവനാരും ഈ ഭൂമിയിലില്ലേ. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് വലിയ ആഗ്രഹത്തോടെ നോക്കുക. ആരാണ് എന്നെ സ്പർശിക്കുന്നത്? ആരാണ് എന്നെ തൊടുന്നത്? ആരാണ് എന്നെ വിശ്വസിക്കുന്നത്? ഞാന് ഈ പരിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്ന് എന്നെ ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ തൊട്ടത് കൊണ്ടല്ല, ഈശോയെ കണ്ടതുകൊണ്ടല്ല, ഈശോയെ വിശ്വസിക്കുമ്പോഴാ. ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാ. നിത്യജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാ. സഭയുടെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാ. പൗരോഹിത്യം ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. പുരോഹിതം വിളിക്കുമ്പോൾ ഈശോ കടന്നു വരുന്നത്. ദൈവമക്കളെ വിശ്വാസത്തോടെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി കേട്ടില്ലേ പാട്ടിന്റെ ഇരടികൾ? കാൽവരി കുരിശില് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് ചിന്തപ്പെട്ട രക്തത്താൽ അവന്റെ അടിപ്പിണരുകളാൽ 1 പത്രോസ് 2:24 അവന്റെ മുറിവിലേറ്റ ശരീരത്തേറ്റ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് അത്ഭുത ശക്തി പുറപ്പെടട്ടെ. ദിവ്യകാരുണ്യമേ, കൃപയുടെ ഉറവിടമേ, ദൈവിക ശക്തി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, അവരുടെ തലമുറകളുടെ മേൽ, അവരുടെ ഭവനത്തിന് മേൽ, ആത്മീയ മേഖലകളുടെ മേൽ, ഭൗതിക മേഖലയുടെ മേൽ, ശുശ്രൂഷ മേഖലയുടെ മേൽ, ആത്മീയ മണ്ഡലങ്ങളെ കെട്ടുപാടുകൾ അഴിയപ്പെടാൻ വേണ്ടി കർത്താവിന്റെ അതിശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ലൂക്ക 6:19 ഈശോയിന്ന് ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. കർത്താവിന് ശക്തി ഇറങ്ങട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കണ്ട വെളിപ്പെട്ട അഭിഷേകം, അപ്പസ്തോല പ്രവർത്തനം 6:8 6:10 വെളിപ്പെട്ട അഭിഷേകം, 5:15 വെളിപ്പെട്ട അഭിഷേകം കർത്താവേ ദൈവജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-18 ഏലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ മേൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. സാംക്രമിക രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എലിയ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ കുട്ടിലെ തന്ത്രങ്ങൾ യേശു നാമത്തിൽ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കലഹത്തിന്റെ അരൂപികൾ യേശു നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇത് നിസ്സാരമായിട്ട് കാണരുത്. ദൈവശക്തി വിശ്വസിക്കുന്നവരുടെ ഉണ്ടാകുന്നത്. വചനമുണ്ട് മർക്കോസ് 16:20 അവർ വചനം പ്രസംഗിച്ചപ്പോൾ കർത്താവ് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. കർത്താവേ ഈ അടയാള ശക്തി ദേശത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. പാതിരിപ്പിയ പ്രാർത്ഥിച്ചപ്പോൾ, കാരപ്പുണ്യവതി പ്രാർത്ഥിച്ചപ്പോൾ, വിയാനി പുണ്യാളം പ്രാർത്ഥിച്ചപ്പോൾ, CNA കാതറിൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്ന ദിവ്യകാരുണ്യ ഈശോ നിന്നെ
അങ്ങ് ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കൈയടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ കൈയടിച്ച് ശക്തിയോടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകുന്ന സമയമാ, ഒഴുകുന്ന സമയമാ, അഭിഷേകം ഒഴുകുന്ന സമയമാ. അഭിഷേകത്തിന് ചാരിത ദിവ്യകാരുണ്യ സന്നിധി പൊട്ടിപ്പുറപ്പെടാൻ പോവാ. കൃപ 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 കൃപ. ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരയാൻ തോന്നുന്നവർ കരഞ്ഞു പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവരുടെ കണ്ണുനീർ കണങ്ങൾ സങ്കീർത്തനം 56:8 കർത്താവ് കുപ്പിയിൽ ശേഖരിച്ച് അളന്നു വെക്കുന്നുണ്ട്. ഈശോ ഇതെല്ലാം കാണുന്നുണ്ട്. ഈശോയെ ജനത്തെ വിടുവിക്കണമേ. ജനത്തെ പാവപ്പെട്ട ജനമാ, വേദനിക്കുന്ന ജനമാ, നിരാശപ്പെട്ട ജനമാ. ഈശോയെ ഈ ജനത്തിന് മേൽ അങ്ങ് അനുകമ്പ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് മേൽ അനുകമ്പ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുവതിവാക്കന്മാരുടെ മേൽ അനുകമ്പ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരക പാപികളുടെ മേൽ അനുകമ്പ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറാ രോഗികളുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിത്തറ ഇളങ്ങിയ കുടുംബങ്ങളുടെ മേൽ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനുള്ള തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധർ ആമേൻ. ഇനി തളരരുതേ, എല്ലാ വിശുദ്ധരും പ്രാർത്ഥിക്കുക. ആമേൻ. ഇനി തളരരുതേ, തളരരുത് മക്കളെ, നിൽക്കുക നീ. ഇനി തളരരുതേ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. നിൽക്കുക നീ. കർത്താവ് ഇത് കാണിച്ചു അനേകം കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്നു. എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. സൗഖ്യം സംഭവിക്കട്ടെ. എന്തും ചെയ്തിടുമേ, അസ്ഥികളിലേക്ക് വ്യാപരിക്കട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ, കുറ്റബോധങ്ങൾ വിട്ടുമാറട്ടെ, തിന്മയുടെ ശക്തികൾ വിട്ടൊഴിയട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം, ഹല്ലേലൂയ, അഭിഷേകം, ഹല്ലേലൂയ, അഭിഷേകം ഇറങ്ങട്ടെ, ഹല്ലേലൂയ, അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച മക്കളെ, കണ്ണുകൾ തുറന്ന് സത്യമായും ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഫാത്തിമയില് ഈശോ ലൂസിക്കും ജസീന്തയ്ക്കും വിശുദ്ധ ഫ്രാൻസിസിനും പഠിപ്പിച്ച അമ്മ മാതാവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാ: അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമേ, അങ്ങേ സ്നേഹിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങിൽ ശരണപ്പെടാത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ, ദിവ്യകാരുണ്യ തിരുനാളിന് വേണ്ടി തിരുപ്പാതയം എന്ന ശുശ്രൂഷ വഴി ഞങ്ങൾ ഒരുങ്ങുമ്പോ അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ നിന്ദിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങളിതാ അങ്ങേ ഉയർത്തിപ്പിടിക്കുന്നു. അങ്ങേ അപമാനിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങളിതാ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചുയർത്തുന്നു.
അങ്ങേ വിശ്വസിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങളിതാ വിശ്വസിക്കുന്നു. അങ്ങേ തള്ളിപ്പറയുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങളിതാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങളിത് ആരാധിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടക്കുക. വിശുദ്ധ മൗര്യ ഫൗസ്റ്റീനോട് ഈശോ പറയുക, ഒരു പുരോഹിതന്റെ കരങ്ങൾ വഴി ഞാൻ നേരിട്ട് ദൈവജനത്തെ ആശീർവദിക്കണ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. മരിയ ഫൗസ്റ്റീനെ കാണുക, ദേവാലയത്തിൽ പുരോഹിതൻ അരളിക്കായ എടുത്തുയർത്തുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കിരണങ്ങൾ ഇറങ്ങി വന്ന് അവിടെ ഇരിക്കുന്ന മക്കളെ മുഴുവൻ വിടുവിക്കുക. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഉയർത്തിയോ കരങ്ങളെ നീട്ടിപ്പിടിച്ചോ. കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ആശീർവദിക്കുന്ന സമയമാ. കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. എന്തും ചെയ്തിടുമേ അവൻ അത്ഭുതവാനാണേ, യേശു എന്തും ചെയ്തിടുമേ അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ അവൻ അത്ഭുതവാനാണേ, യേശു എന്തും ചെയ്തിടുമേ